Hi everyone, NCVT second years in workshop science and calculation area of cutout regular surfaces എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് നമ്പർ 2.3.05. ഇതിൽ സർക്കിള്, സെഗ്മെൻറ്റ്, സെക്ടർ ഓഫ് സർക്കിള് ഈ മൂന്ന് ഫിഗേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിഗർ സർക്കിള്. ഇറ്റ് ഈസ് ദ പാത്ത് ഓഫ് എ പോയിൻറ്റ് which is always equal from its center is called a circle. എന്താണ് സർക്കിൾ? ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻറ്റിൻ്റെ പാത്താണ് വിച്ച് ഈസ് ഓൾവേസ് ഈക്വൽ ഫ്രം ഇറ്റ് സെൻറ്റർ. സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. സെൻറ്ററിൽ നിന്നും ഒരു നിശ്ചിത ഡിസ്റ്റൻസിലായിരിക്കും അല്ലെങ്കിൽ അകലത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പോയിൻ്റ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ആ പോയിൻ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ പോയിൻറ്റിൻ്റെ പാത്ത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കിൾ കിട്ടും. ഇനി ആ സെൻറ്ററിൽ നിന്നും ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയാം. ഡയമീറ്ററോ? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ഏറ്റവും വലിയ ലൈൻ, സർക്കിളിൻ്റെ രണ്ടറ്റത്തും മുട്ടുകയും ചെയ്യും. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? 2 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിരിക്കും. 2 റേഡിയസ് കൂട്ടുമ്പോഴാണ് ഒരു ഡയമീറ്റർ ആവുന്നത്. ദെൻ ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഏരിയ ഓഫ് ദ സർക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് ഏരിയ ഈക്വൽ ടു πr². ഇനി ഈ r എന്താണ്? d/2, ഡയമീറ്റർ ബൈ 2 ആണ്. അത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? π/4 ഇൻറ്റു d² എന്ന് കിട്ടും. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ കാണാനുള്ള 2 ഇക്വേഷനാണ്. ഒന്ന് πr²ഉം മറ്റൊന്ന് π/4 ഇൻറ്റു d². ഇനി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പം സർക്കിളിൻ്റെ ചുറ്റളവ് എത്രയാണ്? 2πr ആണ്, അല്ലെങ്കിൽ π ഇൻറ്റു d ആണ്. ഇനി ആ സർക്കിളിൽ നിന്നാണ്, സർക്കിളിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സിൻ്റെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണത്. അടുത്തത് ഏതാണ്? സെക്ടർ ഓഫ് എ സർക്കിൾ. ദ ഏരിയ ബൗണ്ടഡ് ബൈ എൻ ആർക്ക് ഈസ് കോൾഡ് ദ സെക്ടർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഒരു പോർഷൻ, ഒരു ആർക്ക് എടുക്കുക നമ്മൾ. അതായത് ഇവിടെ ബി മുതൽ ഡിസ്റ്റൻസ് വരെയുള്ള ആ സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ, അതിനെ നമ്മൾ എന്താ പറയുക? ഒരു ആർക്ക് എന്നാണ് പറയുക. ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് ഒരു ഏരിയ ബൗണ്ട് ചെയ്യുന്നുണ്ട്. ആ ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെക്ടർ എന്ന് പറയുക. ഒരു ആർക്ക് എടുത്തു കഴിഞ്ഞാൽ BC എന്ന് പറയുന്ന ഒരു ആർക്ക് ഒരു സർക്കിളിൽ നിന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയയാണ് എന്ത്? സെക്ടർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? A മുതൽ B വരെ ഒരാൾ സഞ്ചരിച്ച് ബിയിൽ നിന്നും സിയിലെത്തി, സിയിൽ നിന്നും എയിലേക്ക് എത്തുമ്പം ഒരു സെക്ടർ കംപ്ലീറ്റ് ആവും. ഇനി ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? നമുക്കറിയാം BAC, ആംഗിൾ BAC. ഈ സെക്ടർ സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ചുറ്റുമുള്ള മൊത്തം ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. 360 ഡിഗ്രിയാണ് മൊത്തം ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള മൊത്തം ഡിഗ്രിയാണ് നമ്മൾ 360 ഡിഗ്രി എന്ന് പറയും. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 360ൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ദ സെക്ടർ ABCയുടെ ഏരിയ കണ്ടുപിടിക്കാം. എന്തായിരിക്കും? തീറ്റ ബൈ 360 പോർഷൻ ഓഫ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ ആയിരിക്കും എന്ത്? ഏരിയ ഓഫ് ദ സെക്ടർ ABC. സെക്ടർ ABCയുടെ ഏരിയ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 പോർഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു πr² ഇൻറ്റു തീറ്റ ബൈ 360. πr² എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർക്കിളാണ്. അപ്പം ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു πr² ഇൻറ്റു തീറ്റ ബൈ 360 എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് ദ സെക്ടറിന് മറ്റൊരു ഇക്വേഷൻ പറയുന്നതാണ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെക്ടർ ഇൻറ്റു റേഡിയസ് ബൈ 2. ലെങ്ത് ഓഫ് ആർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? എന്താണ് ഇവിടെ ലെങ്ത് ഓഫ് ആർക്ക്? BC എന്ന് പറയുന്ന ആ കർവ്, ആ ആർക്കിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെങ്ത് ഓഫ് ദ ആർക്ക് എന്ന് പറയുന്നത്. L എന്നാണ് അതിനെ വിളിക്കുക. ടോട്ടൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എത്രയായിരുന്നു? 2πr. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും അത് എത്രയായിരിക്കും? തീറ്റ ബൈ 360 പോർഷൻ ആയിരിക്കും. സോ L ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ബൈ 360. ഇനി പെരിമീറ്റർ ആണെങ്കിലോ? സർക്കിളിൻ്റെ കേസിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസും പെരിമീറ്ററും സെയിം ആണ്. ഇവിടെ അങ്ങനെയാണോ? അല്ല. കാരണം BC എന്ന് പറയുന്ന ആർക്ക് മാത്രം പോരാ പെരിമീറ്ററിൽ. പെരിമീറ്റർ എടുക്കുന്ന സമയത്ത് A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് ബിയിൽ നിന്നും സിയിലേക്കും സിയിൽ നിന്ന് എയിലേക്കും, എയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എവിടെ തന്നെ എത്തണം? എയിൽ തന്നെ എത്തണം. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെരിമീറ്റർ എങ്ങനെ നോക്കുക? BC എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്ത് L പ്ലസ്
എന്തുകൂടെ ഉണ്ട്? 2 റേഡിയസ് ഇല്ല അവിടെ. എ ബി ഒരു റേഡിയസ് ആണ്, എ സിയും ഒരു റേഡിയസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു L+2R യൂണിറ്റ് ആണ്. ഇവിടെ R എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഇനി ഇതിനകത്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ whose radius is 14 cm and the length of the arc of a sector is 28 cm. എന്താണ് തന്നിട്ടുള്ളത്? ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെക്ടർ മുറിച്ചെടുത്തിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 14 cm ആണ്. ഇനി ആ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് എത്രയാണ്? 28 cm ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് എ സെക്ടർ ഈക്വൽ ടു 14 cm, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെക്ടർ L ഈക്വൽ ടു 28 cm എന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? L കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയില്ലേ സെക്ടറിൻ്റെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr × θ/360. ഇവിടെ തീറ്റ നമുക്കറിയോ? അറിയില്ല. ഇവിടെ ഏതാണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? L അറിയാം, R അറിയാം, തീറ്റയാണ് നമുക്കറിയാത്തത്. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ 28 ഈക്വൽ ടു θ/360 × 2 × പൈൻ്റെ വാല്യൂ 3.14 ആണ്. അതിനെ 22/7 എന്ന് എഴുതുക. ഇൻറ്റു 14 cm² എന്ന് കിട്ടും. അതിൽ നിന്നും തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 28 × 360 × 7 ഡിവൈഡഡ് ബൈ 22 × 22 × 14 ദാറ്റ് ഈസ് ഈക്വൽ ടു 114.55 ഡിഗ്രി എന്ന് കിട്ടും. ഫിഗറിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞു സെക്ടറായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ആംഗിൾ ഇത്രയൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പം തീറ്റയുടെ വാല്യൂ എന്താണ്? 114.55 ഡിഗ്രി, 0.55 ഡിഗ്രി. ഇനി ഏരിയ ഓഫ് ദ സെക്ടർ. തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? θ/360 × πr². 114.55 ഡിവൈഡഡ് ബൈ 360 × 22/7 × 14². ആൻസർ 196 cm² എന്ന് കിട്ടും. ഇതുപോലെ സർക്കിളിൻ്റെ റേഡിയസും ഡയമീറ്ററോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിന് സെക്ടറൊക്കെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ്, അതിൻ്റെ ആർക്ക് ലെങ്ത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? BC എന്ന് പറയുന്ന ഒരു ആർക്ക് കട്ട് ചെയ്തെടുത്തപ്പം ആ ആർക്ക് സെൻറ്ററുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ ആയിരുന്നു എന്ത്? സെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ? സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിളാണ്. സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ബൈ ഡ്രോയിങ് എ ലൈൻ, the bigger part is called segment of the circle and the smaller part is also called segment of the circle. ഇവിടെ ഏതാണ് ആ ലൈൻ? ഏതെങ്കിലും ഒരു ലൈൻ സർക്കിളിൽ രണ്ട് ഓപ്പോസിറ്റ് പോയിൻറ്റ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യുക. ഏതെങ്കിലും 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എന്ത് ചെയ്യും? ഈ സർക്കിളിനെ 2 പോർഷനാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഓരോ പോർഷനെയും നമ്മൾ എന്താ പറയുക? സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ എന്നാണ് പറയുക. ഇവിടെ ഏതാണ് ആ ലൈന്? ബിയും സിയും 2 പോയിൻ്റാണ്. ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ BC എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി. ആ ലൈൻ എന്ത് ചെയ്തു? താഴത്തെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു സെഗ്മെൻറ്റും മേലേക്ക് വലിയൊരു സെഗ്മെൻറ്റുമായിട്ട് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2 ഏരിയയുടെയും സ്മോളർ സെഗ്മെൻറ്റിൻ്റെയും ബിഗർ സെഗ്മെൻറ്റിൻ്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്മോളർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ABC എന്ന് പറയുന്ന സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്മോളർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഓഫ് ദ ABC എന്ന് പറയുന്ന സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിൽ നിന്നും ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യാം. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. അത് വെച്ച് എന്ത് ചെയ്യുക? ചെയ്ത് കഴിഞ്ഞാൽ സ്മോളർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. ഇനി ഗ്രേറ്റർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എങ്ങനെയാണ് കിട്ടുക? ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, πr². πr² എന്ന് ഇപ്പോൾ കിട്ടിയ സ്മോളർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബിഗ്ഗർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് സെമി സർക്കിൾ. എ സെമി സർക്കിൾ ഈസ് എ സെക്ടർ ഹൂസ് സെൻട്രൽ ആംഗിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സെക്ടർ അതിൻ്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് അസ്യൂം ചെയ്തു. ഇനി ആ തീറ്റ ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ എന്താവും? അത് സെക്ടർ ആവും. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിന് ചുറ്റുമുള്ള ടോട്ടൽ ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രീനെ നേരെ പകുതിയാക്കിയാൽ 2/1 ഏത്? നമ്മുടെ സെമി സർക്കിളിൻ്റെ ആംഗിൾ 180 ഡിഗ്രി. അതായത് ഒരു സെക്ടറിൻ്റെ ആംഗിൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ ആ സെക്ടർ എന്തായി മാറും? സെമി സർക്കിളായി മാറും. ഇനി അത് സെഗ്മെൻറ്റിൻ്റെ ടേംസിൽ പറഞ്ഞൂടെ? സെഗ്മെൻറ്റിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു സെഗ്മെൻറ്റിന് 2 പോയിൻ്റ് തമ്മിൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ സർക്കിളിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു.
ഇവിടെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക, അതായത് ഒരു ഡയമീറ്റർ വരയ്ക്കുക. ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഓരോ പോർഷൻ എന്താണ്? ഓരോ സെമി സർക്കിളാണ്. ഇനി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിൻ്റെ ലെങ്ത് ഓഫ് ആർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെങ്ത് ഓഫ് ആർക്ക്, ടോട്ടൽ സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് എന്തായിരുന്നു? 2πr ആണ്. 2πrൻ്റെ നേരെ പകുതി ആയിരിക്കില്ലേ ഒരു സെമി സർക്കിളിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്? 2πr × 180/360 ചെയ്ത് കഴിഞ്ഞാൽ 2πr × 1/2 πr യൂണിറ്റ് എന്ന് കിട്ടും. ഏരിയ ഓഫ് ദ സെമി സർക്കിളോ, സർക്കിളിൻ്റെ ഏരിയയുടെ നേരെ പകുതി ആയിരിക്കും, πr²/2. അതും എങ്ങനെയാണ് കിട്ടണേ? πr² × 180/360 ചെയ്തപ്പോൾ കിട്ടിയതാണ്. പെരിമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർക്ക് ലെങ്ത്തും ഉണ്ടാവും, പ്ലസ് അതിൻ്റെ 2 റേഡിയസിൻ്റെ ഡിസ്റ്റൻസും കൂടി ഉണ്ടാവും. സോ 2πr/2 + 2r. ഒരു ഡയഗണലി ഇവിടെ എക്സ്ട്രാ വരുന്നില്ലേ ആർക്ക് ലെങ്ത് കൂടാതെ? അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഈക്വൽ ടു πr + 2r. 6 പുറത്തെടുത്തു കഴിഞ്ഞാൽ 6 × π+2 യൂണിറ്റ് എന്ന് കിട്ടും. നെക്സ്റ്റ്, ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. ഒരു ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിന് മൊത്തം എത്ര ക്വാഡ്രൻ്റ് ഉണ്ട്? 4 ക്വാഡ്രൻ്റ് ഉണ്ട്. എങ്ങനെയാണ് ഈ 4 ക്വാഡ്രൻ്റ് കിട്ടുന്നത്? ഒരു സർക്കിളിനെ നേരെ അതിൻ്റെ 2 ഡയഗണൽ, ഒരു സർക്കിളിന് 2 ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ സർക്കിളിന് എന്താക്കും? 4 ആക്കി ഡിവൈഡ് ചെയ്യും. അതായത് സെൻറ്ററിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. 360നെ നേരെ 4 ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടില്ലേ? അപ്പോൾ എന്താ? ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് എ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ലെങ്ത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ ഇവിടെ എന്താ? 90 ഡിഗ്രി. സർക്കിളിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തു. ഒന്നുകിൽ 2πr/4 ചെയ്യാം, അല്ലെങ്കിൽ 2πr × 90/360 ചെയ്ത് കഴിഞ്ഞാൽ 2πr/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു πr/2. ഏരിയ ഓഫ് എ ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ എന്താണ്? ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ 4/1, πr²/4 യൂണിറ്റ്. പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രൻറ്റ് എന്ന് പറയുമ്പം ആർക്ക് ലെങ്ത്ത് 2πr/4 ആണെന്നറിയാം, അതായത് πr/2 ആണ്. പ്ലസ് 2r കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2πr/4 + 2r = πr/2 + 2r എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു r × π/2 + 2 യൂണിറ്റ് എന്നാണ് കിട്ടുക. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ മെഷേഴ്സ് 8 cm and 6 cm. 4 quadrants of circle, each of radius 2 cm, are cut away at corners. Find the area of the remaining portion. Remaining portionൻ്റെ ഏരിയ എന്താവും എന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഏരിയയുടെ റെക്റ്റാങ്കുലറിൻ്റെ ഏരിയ നമ്മളെങ്ങനെയാണ് കാണുക? 8 × 6 48 cm² എന്ന് കിട്ടും. ഓരോ ക്വാഡ്രൻ്റാണ് അതിൻ്റെ ഓരോ അറ്റത്തുനിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഓരോ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ റേഡിയസ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചൂടെ? 4 ക്വാഡ്രൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താകും? ഒരു സർക്കിളാവും. സോ ഒന്നുകിൽ എന്ത് ചെയ്യാം? ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 4 ക്വാഡ്രൻറ്റ് കൂടുമ്പം ഒരു സർക്കിളാവും എന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരുന്നു? 48 cm² കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ 4 ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റിമൈനിങ് ഷീറ്റിൻ്റെ ഏരിയ കിട്ടും. ഏരിയ ഓഫ് ദ 4 ക്വാഡ്രൻറ്റ് സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് 1 സർക്കിൾ πr² എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം 12.57 cm² എന്ന് കിട്ടി. ഏരിയ ഓഫ് റിമൈനിങ് പോർഷൻ എന്താണ്? ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഷീറ്റ് മൈനസ് ഏരിയ ഓഫ് 4 ക്വാഡ്രൻറ്റ് സർക്കിൾസ് cut at corners. That is equal to 48 minus 12.57. That is equal to 35.428 cm².